ഹായ്, എല്ലാവർക്കും ഈ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെ പുഷ് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മളതിനായി യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഫയർബേസ് ആണ്. നമ്മളുടെ സെർവറിൽ നിന്ന് ഗൂഗിൾ ഫയർബേസിലേക്ക് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ഗൂഗിൾ ഫയർബേസ് അവിടെ നിന്ന് നമ്മളുടെ ഡിവൈസിലേക്ക് ഈ നോട്ടിഫിക്കേഷനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്നോ നമ്മുടെ ആപ്പിൻ്റെ ചെറിയൊരു ഡെമോ ഇതാണ്. ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഡിഫോൾട്ടായിട്ട് FCM കാണിക്കുന്നുണ്ട്. ബേസിക്കലി ആ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷന് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഡാറ്റ, ഒരു ഹെഡിങ്, ഒരു ഐക്കണും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുഷ് നോട്ടിഫിക്കേഷൻ ഇതുപോലെ ഒരെണ്ണമായിരിക്കും. അതിലൊരു ഇമേജ് കാണും, എക്സ്ട്രാ ഐക്കൺ കാണും, ടെക്സ്റ്റ് കാണും. സോ ആദ്യമായി നിങ്ങൾ ഒരു റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷനെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഫയർബേസിൽ ഒരു പുതിയ പ്രോജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ഫയർബേസ് പ്രോജക്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമ്മളിത് സ്പെസിഫിക്കലി നോക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ സെക്ഷനിലാണ്. നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ആ സെക്ഷൻ എടുക്കുക. അതിൽ സ്പെസിഫിക്കലി നമ്മൾ നോക്കുന്നത് ആൻഡ്രോയിഡാണ്. ആൻഡ്രോയിഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളോട് പാക്കേജിൻ്റെ നെയിം ചോദിക്കും, നമ്മുടെ ആപ്പിൻ്റെ പാക്കേജ് നെയിം അത് കൊടുക്കുക. ദെൻ രജിസ്റ്റർ ആപ്പ് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾക്കൊരു കോൺഫിഗറേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതായത് ഗൂഗിൾ സർവീസ്.json എന്ന് പറഞ്ഞൊരു ഫയൽ. ആ ഫയലിനെ നിങ്ങളുടെ പ്രോജക്റ്റിൽ ആൻഡ്രോയിഡ് ഡയറക്ടറിക്കുള്ളിൽ ആപ്പ് എന്ന ഡയറക്ടറി ഉണ്ട്, അതിനുള്ളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് അതിനുശേഷം നമ്മളിതിന് യൂസ് ചെയ്യുന്നൊരു ലൈബ്രറി ഉണ്ട്, റിയാക്ട് നേറ്റീവ് FCM എന്ന് പറയുന്നത്. റിയാക്ട് നേറ്റീവ് FCM ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിലേക്കുള്ള എല്ലാ ലിങ്ക്സും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടാതെ ഈ എൻ്റെ സോഴ്സ് കോഡും ഗിറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഇതിനെ ക്ലോൺ ചെയ്തിട്ട് പ്രൊജക്റ്റിനെ റൺ ചെയ്ത് നോക്കാവുന്നതാണ്. സോ റിയാക്ട് നേറ്റീവ് FCMനെ അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഡെവലപ്പർ കൃത്യമായിട്ട് റിയാക്ട് നേറ്റീവ് FCM എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ റിയാക്ട് നേറ്റീവ് ലിങ്കിലുള്ള ചില ഗ്ലിച്ചസ് കാരണം എല്ലാ ഫയൽസും പ്രോപ്പറായിട്ട് ആഡ് ആകണമെന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. വൺസ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സെർവർ സൈഡിൽ നിന്ന് നമ്മുടെ ആപ്പിലേക്ക് നോട്ടിഫിക്കേഷനെ പുഷ് ചെയ്യാൻ നോക്കും. നമ്മുടെ സോഴ്സ് കോഡ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിലൊരു നോട്ടിഫിക്കേഷൻ ലിസ്ണർ ഉണ്ട്. നമ്മുടെ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും നോട്ടിഫിക്കേഷൻ ലിസ്ണർ ഓൾവേസ് പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ കേസ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതാണ് കയറി ആക്റ്റീവ് ആകുന്നത്. നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ടായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണിക്കുന്നത്. അതൊരു ലോക്കൽ നോട്ടിഫിക്കേഷനാണ്. നമ്മളിവിടെ ആ ലോക്കൽ നോട്ടിഫിക്കേഷൻ്റെ പ്രോപ്പർട്ടീസിനെ യൂസ് ചെയ്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പുഷ് നോട്ടിഫിക്കേഷൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വൺസ് ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സെർവറിൽ നിന്ന് ഡാറ്റനെ സെൻഡ് ചെയ്യാൻ നോക്കും. അതിന് ഒരു എൻ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെയുണ്ട്. ഈ എൻ പോയിൻറ്റിലേക്കാണ് ആക്ച്വലി നമ്മൾ ഡാറ്റ അയക്കുന്നത്. ഒരു JSON ഫോർമാറ്റിലുള്ള ഡാറ്റയാണ് അയക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനിവിടെ ആർക്ക് യൂസ് ചെയ്യുവാണ്. ആർക്ക് യൂസ് ചെയ്തിട്ട് ആ ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കിയറിയാം, കണ്ടൻറ് ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓതറൈസേഷൻ കീ ചോദിച്ചിട്ടുണ്ട്. ഈ ഓതറൈസേഷൻ കീ കിട്ടാൻ നമ്മുടെ ഫയർബേസ് പ്രോജക്റ്റിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഗിയർ ഐക്കണിലുള്ള ഏറ്റവും മേളിലുള്ള അതിൻ്റെ അകത്തിൽ പ്രൊജക്ട് സെറ്റിങ്സ് ഉണ്ട്. പ്രൊജക്ട് സെറ്റിങ്സിൻ്റെ അകത്ത് ക്ലൗഡ് മെസ്സേജിൻ്റെ അകത്തുള്ള ഒരു സെർവർ കീ ഉണ്ട്. ആ സെർവർ കീ ആണ് ആക്ച്വലി ഇവിടുത്തെ ഓതറൈസേഷൻ കീ എന്ന് പറയുന്നത്. അത് നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതാണ് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൻ്റെ അകത്തിൽ നിങ്ങൾക്ക് കാണാം 2 എന്നൊരു ഫീൽഡിൽ ഒരു കോഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു ലെങ്തി ആയിട്ടുള്ള സ്ട്രിങ്. ഈ സ്ട്രിങ് ആക്ച്വലി നമ്മളുടെ ഡിവൈസ് ഫയർബേസുമായിട്ട് കണക്റ്റ് ആകാൻ നേരം ഫയർബേസ് നമുക്ക് തിരിച്ചൊരു യുണീക്ക് ടോക്കൺ തരുന്നുണ്ട്. ആ ടോക്കൺ ആണിത്. ഈ ടോക്കൺ വെച്ചിട്ട് നമുക്ക് സ്പെസിഫിക്കലി ഓരോ ഡിവൈസിലേക്കും മെസ്സേജിനെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കും. സോ ഈ ടോക്കൺ നമ്മളൊന്ന് ഡീബഗ് ചെയ്താൽ അറിയാം. വൺസ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൺസോളിലുള്ള ടോക്കൺ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. സോഴ്സ് കോഡിൽ അതുണ്ട്. ആ ടോക്കണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാം ഈ ഡാറ്റയ്ക്കുള്ളിൽ. ഞാൻ ഈ കസ്റ്റം നോട്ടിഫിക്കേഷനെയാണ് നമ്മുടെ സോഴ്സ് കോഡിലും ആക്സസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റം നോട്ടിഫിക്കേഷൻ്റെ അകത്ത് കീ വാല്യൂ പെയറിൻ്റെ അകത്തുള്ള ഈ ഓരോ വാല്യൂസിനെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വൺസ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ഡാറ്റയെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പുഷ് നോട്ടിഫിക്കേഷനായി നമ്മുടെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും. നമ്മളുടെ ഡെമോയിൽ കാണിച്ചതിൻ്റെ കൂട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് ഇമേജും എക്സ്ട്രാ ഐക്കണും ടെക്സ്റ്റ് ഡാറ്റയും അടക്കമുള്ളൊരു പുഷ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ആപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ നോക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.